പരിശുദ്ധമായ ദൈവമേ, ഈ നല്ല രാവിലെ കാലത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അടുത്തു വരുന്ന ദൈവമായിരിക്കും സ്തോത്രം. ഞങ്ങൾ ഒരിക്കലും ദൈവസനത്തിൽ അകന്നു പോകാനിടയാകരുത്. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാകണം. ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾക്ക് നൽകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇടപെടണം. ഞങ്ങളുടെ നിർജീവമായിരിക്കുന്ന വസ്തുക്കളിൽ മേൽ ദൈവശക്തി വ്യാപരിക്കണം. എല്ലാവരും കർത്താവിനെ ആരാധിക്കുവാൻ, എല്ലാവരും കർത്താവിനെ സ്തുതിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് ആരാധിക്കുവാൻ ഇടയാകണം. ഇന്ന് കർത്താവെ, ഇവിടെ വർഷിപ്പ് ചെയ്യുന്ന വർഷിപ്പ് ടീമിനെ അനുഗ്രഹിക്കണമേ. കീബോർഡ് പ്ലേ ചെയ്യുന്ന ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. പാടി യൂസ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്ന, ക്യാമറ, ലാപ്ടോപ്പ്, എല്ലാ സൗകര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ദൈവവരങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഈ ആരാധന ഏറ്റവും അനുഗ്രഹമാകണം. കർത്താവെ, ഞങ്ങളിൽ കൂടെ ഞങ്ങൾ ഉയർത്തപ്പെടുവാനല്ല, ഞങ്ങളുടെ കർത്താവ് ഞങ്ങളിൽ കൂടെ ഉയർത്തപ്പെടുവാൻ ഇടയാകണം. അങ്ങയുടെ നാമം ഞങ്ങളിൽ കൂടെ ഉയർത്തപ്പെടുവാൻ ഇടയാകണം. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് പ്രാർത്ഥനയും യാചനയും കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവരെല്ലാം ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ശക്തിയോടെ കരമുയർത്തി ഇപ്പോൾ നമ്മളെല്ലാവരും ദിവസം ഈ പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ വർഷിപ്പ് ടീം മുന്നോട്ട് കടന്നു വന്ന് തുടർന്നുള്ള സമയം വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ സന്തോഷത്തോടെ പാടി അല്പനിമിഷങ്ങൾ കർത്താവിനെ ആരാധിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിന്നെ സ്നേഹിച്ച അങ്ങയുടെ ഛായയിൽ അങ്ങനെ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ അങ്ങയുടെ പുത്രനെ തന്നെ രക്ഷിച്ചു. നിൻമഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ എന്നും സ്തുതിക്കും. നമുക്കെല്ലാവർക്കും ചേർന്ന് കുറച്ചു നേരം നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, ആ ദൈവം നമ്മളോട് എന്ത് ക്ഷമിച്ചു, എന്താണ് നമ്മളോട് ക്ഷമിച്ചതെന്ന് ഓർത്ത് നമുക്കൊരു നിമിഷം നമുക്ക് ധ്യാനിച്ച് നമുക്ക് പാടാം. നിൻമഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻമഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായ
സന്തോഷമുള്ളവരൊക്കെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഇന്നലെ നടന്ന പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട പാസ്റ്റർ പറയുകയുണ്ടായി, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടവരൊക്കെ ഒരുപക്ഷെ ഈ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. അതൊരു വാസ്തവമാണ്. മരണം നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഒരുപക്ഷെ നമ്മൾ അടുത്തൊരു നിമിഷം, ഇന്ന് രാവിലെ എണീറ്റത് എൻ്റെയോ നിങ്ങളുടെയോ കഴിവല്ല. ആ ദൈവം നമ്മുടെ മൂക്കിൽ ഊതിയ ദൈവശ്വാസം അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുവാൻ നമ്മുടെ കഴിവല്ല, ഒരിക്കലും നമ്മുടെ ഒരു വിദ്യാഭ്യാസമോ നമ്മുടെ കഴിവോ നമ്മുടെ സമ്പത്തോ ഒന്നുമല്ല. ആ ദൈവത്തിൻ്റെ മഹാകരുണയാണ്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഈ ലോകത്ത് നിലനിർത്തിയിരിക്കുന്നത്, ഞാൻ ആരെയും ഒരു പേടിപ്പിക്കാനൊന്നും പറയുന്നതല്ല, എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചിന്തയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്കൊരു പർപ്പസ് തന്നിട്ടുണ്ട്. ദാവീദിൻ്റെ സഹോദരന്മാർ വെറും ഒരു ആട്ടിടനായി കണ്ടുകൊണ്ടിരുന്നപ്പോൾ യേശു കണ്ടത് അവനിൽ ഒരു രാജാവിനെയാണ്. നമ്മുടെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ നമ്മളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് കണ്ടിരിക്കുന്ന ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ പ്രത്യാശയുള്ളവരൊക്കെ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും ഒരു നിമിഷം എണീറ്റ് നിൽക്കാം. പ്രാക്കളെപ്പോൾ നാം പറന്നിടും പ്രാണപ്രിയന്റെ വരവിൽ. നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ജീവിതത്തിൽ ലോകത്തിൽ എത്ര കഷ്ടങ്ങളുണ്ടെങ്കിലും നമ്മൾ നോക്കുന്നത് ഒരിക്കൽ എൻ്റെ ദൈവം ആ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ആ കാഹളനാദ ശബ്ദം ഊതുമ്പോൾ എന്നെ കൊണ്ടുപോകും.
നമ്മളെ കൊണ്ടുപോകും എന്നുള്ള ഒരു ചിന്തയിലാണ്. ആമേൻ. ആ ഒരു പ്രത്യാശയിൽ നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാം. ആമേൻ. ഹല്ലേലൂയ.
തുറക്കുമാറാകണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മക്കളെ പോലെ പറക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് ശക്തി തരുമാറാകണം. ആത്മധൈര്യം തരുമാറാകണം. ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബഹബോയ. ഗഫ്നാലം തേരി. ഹല്ലേലൂയ. ഓ, ആമേൻ. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ കൃപകൾക്കായി, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത നന്മകൾക്കായി ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി, ഈ നിമിഷം ഹല്ലേലൂയ ഞങ്ങളുടെ ഹല്ലേലൂയ ലോകത്ത് ജീവനോടെ ശേഷിപ്പിച്ചതിനായി ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നില്ല കർത്താവ്. അങ്ങയുടെ മഹാകൃപയ്ക്കായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി യോഗ്യതയില്ലാത്തിടത്ത്, കഴിവില്ലാത്തിടത്ത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. അപ്പാ, ഞങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല കൃപകൾക്കായി, സകല ഉപകാരങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.